ജപമാല രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കെന്താണ് ലഭിക്കുന്നതെന്ന് അമ്മ എടുത്തു പറയുന്നുണ്ട്. 4 കാര്യങ്ങളാണ് അമ്മ എടുത്തു പറയുന്നത്. 1, നമ്മൾ ഗ്രഹിക്കുന്നു. 2, ആഴ്ന്നിറങ്ങുന്നു. 3, മനസ്സിലാക്കുന്നു. 4, നേടിയെടുക്കുന്നു. ഈ 4 അനുഗ്രഹം നമുക്ക് കിട്ടുന്നു. 1, ഗ്രഹിക്കുന്നു. എന്താണ് നമ്മൾ ഗ്രഹിക്കുന്നത്? മനുഷ്യാവതാര രഹസ്യം നമ്മൾ ഗ്രഹിക്കുന്നു. മനുഷ്യാവതാരം മുതൽ ഉയർപ്പ് വരെയുള്ള യേശുവിൻ്റെ ജീവിതം മുഴുവനും നമ്മൾ ഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. 2, രക്ഷാകര ദൗത്യത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുന്നു. എന്താണ് ഈ രക്ഷാകര ദൗത്യമെന്ന് പറയുന്നത്? യേശു നമ്മളെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിൻ്റെ വില നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കി നാം ആ രക്ഷ സ്വായത്തമാക്കുന്നു. അതാണ് രക്ഷാകര ദൗത്യത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുന്നു എന്ന് പറയുന്നത്. വീണ്ടും ജപമാല രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ ദൈവീക രഹസ്യം, ആ സ്നേഹത്തിൻ്റെ രക്ഷാകര രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കുർബാനക്രമത്തിൽ, സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിൽ 7 പ്രാവശ്യം ആ രക്ഷാകര രഹസ്യം, ദൈവീക രഹസ്യം എന്ന് നമ്മൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കൂടുതൽ മനസ്സിലാക്കുവാൻ ആ സ്നേഹത്തിൻ്റെ രഹസ്യം, രക്ഷയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്മ പറയുന്നത് പ്രകാരമാണ്. അങ്ങനെ നിങ്ങൾ സ്വർഗീയ അമ്മയുമായിലൂടെയുള്ള സ്നേഹത്തിൻ്റെ രഹസ്യത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നു. അവസാനമായി അമ്മ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ആ സ്നേഹത്തിൻ്റെ ദിവ്യ രഹസ്യമെന്ന്, രക്ഷയുടെ രഹസ്യമെന്ന് പറയുന്നത് നിധിയാണ്. നിങ്ങളത് നേടിയെടുക്കും. അമ്മ പറയുകയാണ്, അതുവഴി പരിശുദ്ധ അമ്മയിലൂടെ യേശുവിൻ്റെ തിരുഹൃദയത്തിലെ ദിവ്യപ്രഭ, സ്നേഹമാകുന്ന ആ വലിയ നിധി നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. നമ്മൾ ഗ്രഹിക്കുന്നു. രക്ഷാകര രഹസ്യം നമ്മൾ ഗ്രഹിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. 2, അതിലേക്ക് നമ്മൾ കൂടുതൽ ആഴ്ന്നിറങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ രക്ഷ നാം സ്വായത്തമാക്കണം എന്നുള്ള ഒരു ആത്മീയ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. 3, ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ നിങ്ങൾ സ്വർഗീയ അമ്മയിലൂടെയുള്ള സ്നേഹത്തിൻ്റെ ആ രഹസ്യം, പിതാവായ ദൈവം അമ്മയെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ രഹസ്യം ഭൂമിയിലേക്ക് നൽകിയത് ജപമാല രഹസ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അവസാനം പറയുകയാണ്, ഇതൊരു വലിയ നിധിയാണ്. രക്ഷയുടെ ഈ സ്നേഹത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കുന്നത് വലിയൊരു നിധിയാണ്. നമ്മളത് നേടിയെടുക്കുകയാണ്. അമ്മ പറയുകയാണ്, സ്നേഹമാകുന്ന ആ വലിയ നിധി നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ആകയാൽ ജപമാല പ്രാർത്ഥന നാം കൈവിടരുതേ. അമ്മ യാചിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.